വ്യാവസായിക അന്തരീക്ഷം അല്ല, കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ. അത് സ്വാഭാവികമായിട്ടും മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട്. മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശശി തരൂർ എന്ത് സാഹചര്യത്തിന്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഉദാഹരണം, കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സംരംഭമാണ് കേരളത്തിൽ 3 ലക്ഷം? അപ്പൊ മിനിമം ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി ഒരു 2000 സംരംഭം വെച്ച് തുടങ്ങണം, വേണ്ടേ? ഇപ്പൊ പെരിന്തൽമണ്ണയിൽ 2000 സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 500 സംരംഭം തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഈ നാട്ടുകാർ, ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവര് വന്ന് ബേക്കറി തുടങ്ങും, പെട്ടിക്കട തുടങ്ങും, ചെറിയ തുണിക്കട തുടങ്ങും. അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത്. അപ്പോൾ 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിന്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും. ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കണം. മോദിയുടെ അമേരിക്കൻ സന്ദർശനം വിജയമാണെന്ന് മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല. ഇന്ത്യയോട് ട്രംപ് സർക്കാരിന് ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ മോഡിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായില്ല. മോഡി മടങ്ങിയിട്ടും ട്രംപിന്റെയും അമേരിക്കൻ ഗവൺമെന്റിന്റെയും റിപ്ലൈ എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികമായ സഹകരണത്തിലും ബാക്കി കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിലൊക്കെയുള്ള ട്രേഡിന്റെ വിഷയത്തിലെല്ലാം ഉള്ള അവരുടെ നിലപാട്, കടുത്ത നിലപാട്. അതായത് ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്ന നിലപാടുകളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് ഗവൺമെന്റ് കാർക്കശ്യം വളർത്തും. ആ കാർക്കശ്യത്തിന് ഒരു ഇളവും വരുത്താൻ, അതിനെ ഡയലൂട്ട് ചെയ്യാൻ ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാത്തിരുന്ന് കാണാം.